റൊണാൾഡോയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആക്ഷൻ ഹീറോ ബിജുവിൽ ജോജു ജോർജിൻ്റെ ക്യാരക്ടർ മറ്റേ തോക്കറിയാതെ മുകളിലോട്ട് വെടിവെച്ച് ഒരു ഓട് ആ ഒരു പോലീസ് സ്റ്റേഷനിൽ വന്ന ഒരാളുടെ ദേഹത്ത് വീണ സമയത്ത് നിവിൻ പോളിനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്, മോശം സമയം തോന്നുന്നു സാറേ. ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ കറൻ്റ്ലി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം വേറെ ഒന്നുമല്ല, അദ്ദേഹം മറ്റേ PS മോർഗനുമായിട്ട് ഇൻ്റർവ്യൂ നടത്തുന്നു. ആ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് നേരെ എയറിലോട്ട് പോകുന്നു. അത് കഴിഞ്ഞതേ വീണ്ടും വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ അയർലൻഡിനെതിരെ 2-0 എന്നുള്ള സ്കോറിന് പോർച്ചുഗൽ പരാജയപ്പെടുകയും അത് കൂടാഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിൽ ടീം തോറ്റ് നിൽക്കുന്ന സമയത്ത് റൊണാൾഡോ ഒരു റെഡ് കാർഡ് മേടിച്ചിറങ്ങി പോകുന്നു. അതും അൺവാണ്ടഡ് ആയിട്ടുള്ളൊരു ഫൗളിൽ. സംഭവം ശരിയാണ്, ആ ഒരു സമയത്ത് അയർലൻഡിൻ്റെ ഡിഫൻഡർ പുറകിൽ നിന്ന് നല്ലപോലെ പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ റൊണാൾഡോ ആസ് എ ക്യാപ്റ്റൻ ഒരിക്കലും അങ്ങനെയല്ല അതിനെ ബിഹേവ് ചെയ്യേണ്ടിയിരുന്നത്. ഇതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. കാരണം 2-0 എന്നുള്ളൊരു സ്കോറിന് ഡൗൺ ആയി നിൽക്കുന്ന സമയത്താണ് പോർച്ചുഗൽ റൊണാൾഡോ ഈ റെഡ് കാർഡ് മേടിച്ച് പോയത്. ഒരു ഗോൾ സ്കോർ ചെയ്ത് ടീമിനെ ഇൻസ്പയർ ചെയ്യേണ്ട സമയത്ത് റൊണാൾഡോ റെഡ് കാർഡ് മേടിച്ച് ഇറങ്ങിപ്പോയി. എനിക്ക് തോന്നുന്നു 2 മാച്ച് മിസ് ചെയ്യും റൊണാൾഡോ. നെക്സ്റ്റ് വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിലെ മാച്ചും ചിലപ്പോൾ മേ ബി വേൾഡ് കപ്പിൽ ഒരു മാച്ചും ചിലപ്പോൾ മേ ബി മിസ് ചെയ്യും. ഈ പോർച്ചുഗൽ എന്തായാലും വേൾഡ് കപ്പിലോട്ട് ക്വാളിഫൈ ചെയ്യും, അതിനൊക്കെ ചാൻസ് വെരി വെരി ഹൈ ആണ്. കാരണം ആ ഒരു ടേബിളിൽ ടോപ്പ് അവരാണ്. ഇനി അർമേനിയയുമായിട്ടാണ് മാച്ച് ഉള്ളത്. ആ ഒരു മാച്ചിലൊക്കെ വിജയിച്ച് വേൾഡ് കപ്പിലോട്ട് എന്തായാലും ക്വാളിഫൈ ആവും. പക്ഷേ റൊണാൾഡോ എന്തിനിത് ചെയ്തു എന്നുള്ളത് എല്ലാവർക്കും ഒരു ചോദ്യമാണ്. ആ ഒരു ജോജു ജോർജിൻ്റെ ഡയലോഗ് പോലെ തന്നെ, മോശം സമയം സാറേ.